ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിബി എച്ച് ഹോം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ പറ്റുന്ന നല്ലൊരു തോരൻ പോലെയുള്ള ഒരു കറിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ്. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്, അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാമേ. നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഈ കറി തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് കടലപ്പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഒരു കുക്കർ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയത് ഞാനൊരു കുക്കറിലേക്ക് എടുത്തിട്ടുണ്ട്. 3/4 കപ്പോളം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. കടല നികന്ന് കിടക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. ശേഷം കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ച് 3-4 വിസിൽ മതിയാവും. കടല ഒരുപാടങ്ങ് വെന്ത് ഉടഞ്ഞു പോകരുത്. സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന രീതിയിൽ ഒരു 3/4% വേവിച്ചെടുക്കുക. ഇപ്പോൾ കുക്കറിലല്ല, നമ്മൾ മറ്റു പാത്രത്തിലാണ് വേവിച്ചെടുക്കുന്നുണ്ടെങ്കിൽ 1 മണിക്കൂറോളം കടല ഒന്ന് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം വേവിക്കുക. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, കടല വെന്തിട്ടുമുണ്ട്, എന്നാൽ കുഴിഞ്ഞു പോയിട്ടില്ല. ഇതുപോലെ ഇങ്ങനെ പൊടിഞ്ഞു വരും. സെപ്പറേറ്റ് ആയിട്ട് ആ രീതിയിലൊന്ന് വേവിച്ചെടുക്കണം. ശേഷം നമുക്കൊന്ന് മാറ്റി വെക്കാം. ഒരു പാത്രം ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം ചെറുജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും 2 സവാള സ്ലൈസായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നതിനും വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റൊക്കെയുള്ള നല്ലൊരു കറിയാണ്. നമുക്ക് ചപ്പാത്തിക്കും ഗോതമ്പ് ദോശയ്ക്കും ചോറിനും ഒക്കെ നമുക്ക് ഈ കറി ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പം സവാള ചെറുതായിട്ടൊന്ന് നിറം മാറി വന്നിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4-5 വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ചതയേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതിയാവും. വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് സവാളയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയെടുക്കുക. ഒത്തിരി അങ്ങ് ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടുമൊന്നും വേണ്ട. ഈ ഒരു പരുവത്തിൽ വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പാലക്കിൻ്റെ ഇലയാണ്. ഇല നമ്മൾ സാധാരണ തോരനൊക്കെ അരിയുന്ന രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുള്ള, നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരിഞ്ഞെടുത്തിട്ടുള്ള ഇലയാണ്. ഇല കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ കുറച്ച് നേരം ഇളക്കി കഴിയുമ്പോഴത്തേക്ക് ഇല നമ്മൾ ചേർത്ത് കൊടുത്തതിൻ്റെ പകുതിയായി കിട്ടും. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് പൊത്തി വെച്ച് കൊടുക്കുക. 1 മിനിറ്റ് സമയം മതിയാവും. ഇല നല്ലതുപോലെ വെന്ത് റെഡിയായി കിട്ടും. ഇലയിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ഒന്ന് ഇളക്കി ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി ആ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് പറ്റിച്ചെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഞാനൊന്ന് പറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള കടലയിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം കളഞ്ഞതിന് ശേഷം വേണം കടലയുടെ പരിപ്പ് ചേർത്ത് കൊടുക്കാൻ. കുറച്ച് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുളക് ചതച്ചതാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3/4 ടീസ്പൂണോളം ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. മുളക് ചതച്ചതിൻ്റെ ആ ഒരു എരിവും മതിയായിരിക്കും കേട്ടോ. മുളക് പൊടിയും പച്ചമുളകും ഒന്നും ചേർക്കണ്ട. ചതച്ച മുളകാകുമ്പം വേറൊരു വെറൈറ്റി ടേസ്റ്റും കിട്ടും. ഇതെല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. വെള്ളമയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറാൻ വേണ്ടി കൈയെടുക്കാതെ എങ്ങനെ ഇളക്കി കൊടുത്ത് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റെഡിയാക്കി എടുക്കുക. കണ്ടോ, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ കറി കിട്ടുന്നത് കേട്ടോ. ഇത് നമുക്കൊരു 3-4 പേർക്ക് സെർവ് ചെയ്യാനും പറ്റും. ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കൊക്കെ ഉപയോഗിക്കാം. എല്ലാവരും തയ്യാറാക്കി നോക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. പുതിയ നല്ല നല്ല വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ബൈ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.